ഹായ് ഹലോ എവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു വിഭവം ഒരു നാടൻ ഐറ്റമാണ്. നല്ല രുചികരമായ നാടൻ ഐറ്റം. അതിന് വേണ്ട സാധനങ്ങൾ വൻപയറും നേന്ത്രക്കായ അഥവാ ഏത്തക്കായയുടെ തൊലിയുമാണ്. ഈ ഏത്തക്കായയുടെ തൊലി ബാക്കി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മോരുകറിയൊക്കെ വെക്കുമ്പോൾ കായയുടെ മോരുകറി വെക്കുമ്പോൾ കായ ചേർത്ത മോരുകറി വെക്കുമ്പോൾ തൊലി മാറ്റി വെച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ തൊലി നമുക്ക് ഉപയോഗപ്രദമാക്കാം. നമ്മുടെ വയറിനും ശരീരത്തിനും പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയ ഒരു നല്ല രുചികരമായ ഭക്ഷണമാണ്. അത് നാടൻ വിഭവമാണ് എന്നത് തന്നെ ഒരു മഹിമയാണ്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം ഇതൊക്കെ ചേർത്ത് കുക്കറിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് രണ്ടും ഒരുമിച്ചിടാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർക്കുക, നന്നായി മിക്സ് ചെയ്യുക. അതാണ് ആദ്യത്തെ ഒരു നടപടി. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ചെറിയ ചൂട്ടോടെ അല്ലെങ്കിൽ ചെറിയ തീയിൽ വേവിച്ചാൽ മതി. ആദ്യത്തെ വിസിൽ വന്ന് തീ വളരെ കുറച്ചിടുക. അതിനുശേഷം രണ്ടാമത്തെ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടാം. അതാ നമുക്ക് ഈ പയറും കായത്തൊലിയും നല്ല പാകത്തിന് വേവായി കിട്ടുന്ന ഒരു സമയമാണിത്. പലരും ഇങ്ങനെ കുക്കർ ഇങ്ങനെ 3ഉം 5ഉം ഒക്കെ വിസിലടിപ്പിക്കും. അത് ശരിക്കും നമുക്ക് ഇന്ധന നഷ്ടമാണ്. അത് പലർക്കും മനസ്സിലാവുന്നില്ല. ഈ കുക്കർ ഉപയോഗിക്കുന്ന പലരും ഇങ്ങനെ എണ്ണം നോക്കി 5ഉം 10ഉം ഒക്കെ വിസിലടിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ 2 വിസിലടിക്കുമ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് അതവിടെ മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാനിപ്പോൾ സവാളയും വെളുത്തുള്ളിയാണ് ചേർത്തത്. അതിനുശേഷം വേപ്പില ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റുക. അതൊരു ചെറു തീയിലായാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞും ഒരു ഭാഗമൊക്കെ അങ്ങനെ പല വിധത്തിലാവാതെ നമുക്ക് നല്ല ഇതായിട്ട് ഭംഗിയിൽ കിട്ടും. അതങ്ങനെ സാവകാശം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ പയറും കായത്തൊലിയൊക്കെ നല്ല കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിനി താളിച്ചെടുക്കലാണ് ഇനി അടുത്ത പരിപാടി. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളിത് ഇളക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ തരിമുളക്, അതായത് പൊടിയല്ല, നൈസ് പൊടിയല്ല, അതിന് തരിമുളകും കൂടെയാണ് ചേർക്കുക. നമ്മൾ ഇവിടെ ഒരു പ്രത്യേക സ്റ്റൈലിൽ കാച്ചിയെടുക്കുന്നു മാത്രം, താളിച്ചെടുക്കുന്നു. പല നാട്ടിലും പലവിധമാണ്. ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. അതിൻ്റെ ഒപ്പം കശ്മീരി മുളക് പൊടിയും കുറച്ച് ചേർക്കും. അപ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ ഒന്ന് നന്നായി ഇളക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും. നല്ല മൊരിഞ്ഞ ഉള്ളിയുടെയും മുളകും മസാലകളുടെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ ഇപ്പോൾ തന്നെ വരും. അതൊന്ന് നന്നായി ചൂടായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കായത്തൊലിയും ഇതിൽ ചേർക്കാം. അപ്പോൾ കറി റെഡിയായി കഴിഞ്ഞു എന്ന് പറയാം. നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ അത് കുറച്ചും കൂടി കറി നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ ഉപകരിക്കും. തീരെ ഡ്രൈ ആക്കാതെ ഒരു ചെറിയ നനവോട് കൂടി ഇതിൽ ചേർക്കുകയാണെങ്കിൽ നന്നായി അതിൽ നമുക്ക് ആ ഉള്ളിയും ഒക്കെ അതിലങ്ങോട്ട് മിക്സായിട്ട് നല്ലൊരു സൂപ്പർ കറി. ഇത് മാത്രം നമുക്ക് ചേർത്ത് ഇത് മാത്രം കൂട്ടി നമുക്ക് ഊണ് കഴിക്കാവുന്നതേ ഉള്ളൂ. അത്ര ടേസ്റ്റി കറിയാണ് ഇത്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.